ഗുഡ് മോർണിംഗ്. സമാന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് അമേരിക്കയുടെ ചാരസംഘടനയായ CIA മറ്റൊരു രാജ്യത്തിന്റെ ചാരസംഘടന ബന്ധപ്പെട്ടു ഇങ്ങനെ ഇറാന് താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ ചില റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇന്നിപ്പം ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളുമായിട്ട് വരുമ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹം ഇതിലൂടെ സ്ഥിരീകരിക്കുന്നത്. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത US കോൺഗ്രസിന്റെ ഈ മുൻകൂട്ടിയുള്ള അനുമതി ഇല്ലാതെ ഇറാനെതിരെ കൂടുതൽ സൈനിക ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് തടയാനായിട്ട് ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന ഈ വാർ പവേഴ്സ് റെസൊല്യൂഷൻ പ്രമേയം പരാജയപ്പെട്ടതാണ്. 212-നെതിരെ 219 വോട്ടുകൾക്കാണ് ഈ പ്രമേയം US കോൺഗ്രസിൽ തള്ളപ്പെട്ടത്. ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ഈ സഭയിൽ ഈ പ്രമേയം പരാജയപ്പെടുമെന്ന് നേരത്തെ തന്നെ രാഷ്ട്രീയ വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഈ ഭരണഘടന അനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കുവാനുള്ള അധികാരം US കോൺഗ്രസിനാണെന്നാണ് ഡെമോക്രാറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാദിച്ചെങ്കിലും ഇന്ന് ഫ്ലോറിലും വാദിച്ചെങ്കിലും ഈ പ്രമേയം തള്ളുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രമേയം പാസ്സായത് ശ്രദ്ധിക്കണം. ലോകത്തെ ഏറ്റവും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം ഇറാനാണ്, ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇറാൻ ആണെന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ US കോൺഗ്രസ് ഇന്ന് പാസ്സാക്കിയിരിക്കുകയാണ്. ഈ നേരത്തെ വന്ന പ്രമേയം പോലെ തന്നെ ഒരു പ്രമേയം US സെനറ്റിൽ കൊണ്ടുവന്നത് അതും തള്ളിപ്പോയിരുന്നു. ഇവിടെ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിരുന്നു. 2 റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന് വാർ പവേഴ്സ് റെസൊല്യൂഷനെ അനുകൂലിച്ചു. അതേസമയം 4 ഡെമോക്രാറ്റിക് അംഗങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് ചേർന്ന് ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊരു നിയമമായി മാറിയിരുന്നെങ്കിൽ US കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ ഇറാനെതിരെ സൈനിക നടപടികൾ തുടരുവാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തെ ഈ പ്രമേയം ഉടനടി നിർത്തിവെക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രമേയം തള്ളപ്പെട്ടിരിക്കുകയാണ്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ ഒരു പുതിയ ഭരണ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിൽ തനിക്കും കൂടെ നിർണായക പങ്കുണ്ടാകണമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പകൽ വ്യക്തമാക്കിയിരിക്കുന്നത്. റോയിട്ടേഴ്സുമായിട്ടുള്ള ഒരു ടെലിഫോൺ ഇന്റർവ്യൂവിലാണ് തന്റെ ഈ മനസ്സിലുള്ള ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം റോയിട്ടേഴ്സുമായിട്ട് പങ്കുവച്ചത്. എന്നാൽ ഇതിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ഈ ഭിന്ന അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ തന്നെ നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടെന്നും മറ്റൊരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്ന നേഷൻസ് ബിൽഡിംഗ് എന്ന് പറയുന്ന പരിപാടിയുമായി മുന്നോട്ട് പോകുവാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ലെന്ന് US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ തന്നെ തുറന്നടിച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ ഈ ദൈർഘ്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ആശങ്കകളുള്ളത്. നമ്മുടെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ, ഗൾഫ് മേഖലയിലും എല്ലാം ജോലി ചെയ്യുകയാണ്. ഈ ദൈർഘ്യത്തെക്കുറിച്ചും കുറച്ച് വിവരങ്ങൾ വന്നിരിക്കുന്നത്. US പ്രസിഡന്റ് ആദ്യം കണക്കാക്കിയതിനേക്കാൾ ഇരട്ടി സമയം, അതായത് 8 ആഴ്ചയോളം യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഇന്ന് പറഞ്ഞിരിക്കുന്നത്.